റിയൽമി ബഡ്സ് T300 ഒരു അപ്ഗ്രേഡ് വേർഷനാണ് T310. അപ്പോൾ പിന്നെ നിർബന്ധമായി നമ്മുടെ ചാനലിൽ ഒരു കമ്പാരിസൺ ചെയ്തേ പറ്റൂ. കാരണം റിയൽമിയുടെ തന്നെ T100 ഉണ്ടല്ലോ, അതിൻ്റെ ഒരു അപ്ഗ്രേഡ് വേർഷനാണ് T110 എന്ന് പറഞ്ഞാൽ ഇറക്കിയത്. എന്നാൽ ഭയങ്കര വലിയ സംഭവമായിട്ട് ഒരു അപ്ഗ്രേഡ് എന്ന് പറയാനായിട്ടുള്ള ഒരു സംഭവം ഈ രണ്ട് പ്രോഡക്റ്റ് നമ്മളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതുപോലൊരു പറ്റിപ്പീരാണോ ഇതെന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. സോ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും T300 മേടിക്കണോ T310 മേടിക്കണോ എന്നുള്ള കൺഫ്യൂഷൻ ഇല്ലാണ്ടാകുന്നതാണ്. ഫിസിക്കലി പക്ഷേ രണ്ടും ഒരുമിച്ച് വെച്ച് എനിക്ക് കമ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു നിർവാഹമില്ല. കാരണം ഡീപ് സ്റ്റോർ വഴി രണ്ടും സെയിൽ ചെയ്തിട്ടുണ്ട്. സോ എൻ്റെ എക്സ്പീരിയൻസ്, കയ്യിലുള്ള ബി റോൾസ്, ഇതൊക്കെ വെച്ചാണ് ഈ ഒരു വീഡിയോ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് 100% ഞാൻ ഗ്യാരണ്ടി പറയാം, ഈ വീഡിയോ പൂർണ്ണമായും കാണുമ്പോഴത്തേക്ക് ഏത് മേടിച്ചാലായിരിക്കും വർത്ത് ബൈയിങ് ആകുന്നുള്ളത് മനസ്സിലാകുന്നതാണ്. പിന്നെ മറ്റുള്ള CMF ബഡ്സും ക്ലാരിറ്റി 3 ഒക്കെ വെച്ച് മറ്റൊരു വീഡിയോ ചെയ്യാം. അതിന് മുന്നേ ഉറപ്പായിട്ടും ഇതാണ് നിർബന്ധമായി ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇന്ന് ഇത് അങ്ങോട്ട് ചെയ്യുന്നത്. അപ്പോൾ ബേസിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക്, വൈറ്റ്, ഗ്രീൻ എന്നിങ്ങനെ 3 കളേഴ്സിലാണ് T300 ഇടുക. ബ്ലാക്ക്, വൈറ്റ്, പേർപ്പിൾ എന്നിങ്ങനെ 3 കളേഴ്സിൽ നമ്മുടെ T310 കിട്ടുന്നു. രണ്ടിലും ആക്ച്വലി ആ ഒരു ഗ്രീൻ, പേർപ്പിൾ ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി ബ്ലാക്ക് ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും രണ്ടിലും അവൈലബിൾ ആണ്. 1999, 1899, 1799 ഇതാണ് T300 ഓഫർ റേറ്റുകൾ. എന്നാൽ നോർമൽ റേറ്റ് എന്ന് പറഞ്ഞാൽ 2199. ഇനി ബഡ്സ് T310 വരുവാണെങ്കിൽ 2199 സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ വന്നു. പക്ഷേ ഇപ്പോൾ അത് 2499 എത്തിയിരിക്കുന്നു. അതായത് നോർമൽ റേറ്റ് 2499 ആണ്. ഇനി ആ ഒരു അടുത്തൊരു ഓഫർ വന്നാലേ നമുക്ക് ആ ഓഫർ റേറ്റ് എത്രയാണ് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു 2199 ആവാൻ തന്നെ ചാൻസ് നോർമലി ഉള്ള മറ്റുള്ള എല്ലാ ഓഫർ സമയങ്ങളിലും. പക്ഷേ ബിഗ് ബില്യൺ ഡേയ്സിൽ ചിലപ്പോൾ ഇത് 1899 1999 ആകാനും ചാൻസ് ഉണ്ട്. അത് പിന്നെ ബിഗ് ബില്യൺ ഡേയ്സ് വന്നാലേ പറയാൻ പറ്റുള്ളൂ. പുതിയ പ്രോഡക്റ്റ് ആയിട്ട് കൂടുതൽ നമുക്ക് ഗസ് ചെയ്യാനും പറ്റത്തില്ല. എന്തായാലും ഫിസിക്കലി രണ്ട് പ്രോഡക്റ്റുകളും ഒറ്റ നോട്ടത്തിൽ ഒരേ കണക്ക് ഇരിക്കുമെങ്കിൽ പോലും T310 കുറച്ച് പൊട്ടിക്കൊരു സൈസിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അത് ഞാൻ ആക്ച്വലി നമ്മുടെ T300 കേസ് ഇട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. എന്നാലും നമുക്ക് T310 കേസ് യൂസ് ചെയ്യാം. എന്തായാലും ഇതുവരെ ഇന്ത്യയിൽ T310 കേസ് അവൈലബിൾ ആയിട്ടില്ല. നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ അത് T300 ആയിരിക്കും. സോ മേടിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് T300 എന്നുള്ള രീതിക്ക് മേടിക്കുക. ഇനി അതല്ല T310 കേസ് വന്നാൽ തന്നെ ഇന്ത്യയിൽ എവിടെ വന്നാലും നമ്മൾ അറിയും, നമ്മൾ ഉറപ്പായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സ്റ്റോക്ക് നമ്മുടെ ദീപ് സ്റ്റോറിൽ എത്തുന്നതാണ്. പ്രീമിയം ക്വാളിറ്റി മറ്റുള്ള എല്ലായിടത്തും കിട്ടുന്നതിനേക്കാളും കാശ് കുറച്ച് തന്നെയാണ് നിങ്ങൾക്ക് അവിടെ ആ ഒരു ദീപ് സ്റ്റോറിൽ അവൈലബിൾ ആകുന്നത്. ഇനി നമ്മുടെ പ്ലേ ടൈമിലേക്ക് വരുവാണെങ്കിൽ 40 മണിക്കൂർ തന്നെയാണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം ഈ രണ്ട് പ്രോഡക്റ്റുകളിലും. ഇതിൽ രണ്ടിലും ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഓൺ ആക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്ലേ ടൈം കുറയും. പക്ഷേ അത് റിയൽമി T300 എവിടെയും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. എന്നാൽ T310 വരുവാണെങ്കിൽ അത് 26 മണിക്കൂറിലേക്കാണ് കുറയുന്നതെന്ന് പറയുന്നുണ്ട്. നമ്മളെ ചാനലിൽ ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു T300. എൻ്റെ കസിൻ വിഷ്ണുവായിട്ടാണ് ആക്ച്വലി അത് യൂസർ റിവ്യൂ ചെയ്ത്. അതിൽ തന്നെ വിഷ്ണു പറഞ്ഞത് എനിക്ക് തോന്നുന്നു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കുമ്പോഴത്തേക്ക് ഒരു 22-26 മണിക്കൂർ ഇതിനകത്ത് തന്നെയാണ് അവൻ പറഞ്ഞത്. സോ ഇവിടെയും നമുക്ക് അതുപോലെയൊക്കെ തന്നെയാണ് കിട്ടാൻ ചാൻസ് കൂടുതൽ. പിന്നെ ടൈപ്പ് സി ആയതുകൊണ്ട് ജസ്റ്റ് 10 മിനിറ്റ് ചാർജ് ചെയ്താൽ T300 7 മണിക്കൂറും T310 വരുവാണെങ്കിൽ അത് 5 മണിക്കൂറേ കിട്ടുന്നുള്ളൂ. അതെന്താണ് അതിൻ്റെ റീസൺ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത് ഉറപ്പായിട്ട് അത് വീഡിയോ കമന്റ് ആയിട്ടുണ്ട്. കാരണം മറ്റുള്ള കൂട്ടുകാർക്ക് അത് യൂസ്ഫുൾ ആവും. പ്രത്യേകിച്ച് ഈ കമ്പാരിസൺ വീഡിയോ കാണുന്നത് ഈ രണ്ട് പ്രോഡക്റ്റുകളിൽ ഏത് മേടിക്കണം എന്നുള്ള കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നവർക്കാണ്. സോ നിങ്ങളുടെ കയ്യിൽ ഏതാണ് പ്രോഡക്റ്റ് ഉള്ളത് അതിന്റെ ആ ഒരു ജെനുവിൻ നിങ്ങളുടെ ആ ഒരു യൂസർ വീഡിയോ ആണെങ്കിൽ മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആകും. പിന്നെ ഇതിൽ രണ്ടിലും ഗൂഗിൾ ഫാസ്റ്റ് പെയറിംഗ് സപ്പോർട്ട് ആണ്. അതായത് നമ്മൾ ലിഡ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പെയർ ചെയ്യാനായിട്ട് ആൻഡ്രോയിഡ് ഡിവൈസ് ആണെങ്കിൽ അതിൽ ഒരു വിൻഡോ പോപ്പപ്പ് ആയാലും ജസ്റ്റ് 1 ടാപ്പിൽ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. കൂടാതെ ഓൾറെഡി ഏത് ഡിവൈസിലാണോ പറയുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി റീകണക്ട് ആവും ജസ്റ്റ് ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ. ഇനി ഒരു ഇയർബഡ്സിലേക്ക് വരുവാണെങ്കിൽ രണ്ടും ഒരേ കണക്ക് തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. കളറിന്റെ ആ ഒരു കാര്യം ഇപ്പോൾ പർപ്പിൾ വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും T10 ആണെന്നുള്ളത്. എന്നാൽ ഇപ്പോൾ ഗ്രീൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് T300 ആണെന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി എല്ലാം സെയിം തന്നെയാണ്. 12.4 mm ഡൈനാമിക് ഡ്രൈവേഴ്സ് ആണ് ഈ രണ്ട് പ്രോഡക്റ്റ് ഉള്ളത്. കൂടാതെ 8 hours സിംഗിൾ പ്ലേ ടൈം T300 പറയുമ്പോഴത്തേക്ക് അത് 9 hours T310 പറയുന്നു വിത്തൗട്ട് ANC. എന്നാൽ ANC ഓൺ ആക്കുകയാണെങ്കിൽ അത് അങ്ങോട്ട് 6 hours പറയുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ANC ഓൺ ആക്കിയിട്ട് നമ്മുടെ ഈ ഒരു T300 പറയാത്ത കാരണം വെച്ചാൽ 8 hours എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 3 മണിക്കൂർ കുറഞ്ഞാൽ 5 മണിക്കൂർ മാത്രമേ ANC ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ T300 കിട്ടത്തുള്ളൂ. പിന്നെ അതും ഉറപ്പായിട്ടും കുറച്ച് ലോങ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പക്ക പറയാനും പറ്റത്തുള്ളൂ. കൂടാതെ ഒരു വെയറിംഗ് കംഫർട്ട് പറയുകയാണെങ്കിൽ രണ്ടും അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു. പൊതുവെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെയാണ് റിയൽമി ഡിസോ അതൊക്കെ തന്നെ ഉറപ്പായിട്ടും നല്ലൊരു എന്താ പറയുക പെയിൻ ഒന്നും എടുക്കാതെ നല്ല പെർഫെക്റ്റ് ഒരു വെയറിംഗ് കംഫർട്ട് തരുന്നുണ്ട്. സോ റിയൽമിയൊക്കെ കണ്ണും പൂട്ടി എടുക്കാൻ പറ്റും പൊതുവെ എല്ലാവർക്കും. എന്നാൽ ചിലർക്ക് ഇപ്പോൾ വെയറിംഗ് കംഫർട്ട് ഇഷ്യൂ എന്ന് വെച്ചിട്ട് നമുക്ക് കൂടുതൽ കുറ്റവും പറയാൻ പറ്റില്ല. പൊതുവെ ഒരു വെയറിംഗ് കംഫർട്ട് ഇഷ്യൂ മെയിനായിട്ട് വരുന്നത് നമ്മുടെ ബോട്ടിന്റെ പ്രോഡക്റ്റുകളാണ്. പ്രത്യേകിച്ച് നമ്മുടെ നിർവാണ ആയോണൊക്കെ കുറച്ച് ഡ്രൈവർ സൈസ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആ ഒരു ഇയർബഡിന്റെ സൈസിന് വലുതാണ്. സോ അതുകൊണ്ടാണ് ഈ ഒരു വെയറിംഗ് കംഫർട്ട് അല്ലെങ്കിൽ ഇയർ പെയിൻ ഒക്കെ വരുന്നത്. എന്നാൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ച് ചെറിയ സൈസാണ് ആക്ച്വലി ഇയർബഡുകളുടെ ആ ഒരു ഡിസൈൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്. അതുകൊണ്ട് തന്നെ വലിയ ഇഷ്യൂ വരാൻ ചാൻസ് ഇല്ല.
ഇനി മൈക്ക് ക്വാളിറ്റിയുടെ കാര്യം പറയുവാണെങ്കിൽ ഇതിൽ T300 കോട്ട് മൈക്ക് വിത്ത് ENC ആണെങ്കിൽ നമ്മുടെ T310ലേക്ക് വരുവാണെങ്കിൽ അത് 6 മൈക്ക് വിത്ത് ENC ആണ്. ഉറപ്പായിട്ടും ഇതിൽ ആദ്യം തന്നെ എടുത്ത് പറയാം മൈക്ക് ക്വാളിറ്റി കോളിംഗ് പ്രയോറിറ്റി ആണെങ്കിൽ T310 മേടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. നമ്മുടെ റിയൽമി എയർ സീരീസ് ഉണ്ടല്ലോ, ഇപ്പോൾ എയർ 5 ആണെങ്കിലും എയർ 6 ആണെങ്കിലും ഇതിലൊക്കെ വരുന്ന ഒരു മൈക്കാണ് ഇവിടെ ഈ ഒരു T310ലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു T സീരീസിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മൈക്ക് ക്വാളിറ്റി കിട്ടുന്നത് ഈ ഒരു T310 എന്നുള്ളത് കണ്ണും പൂട്ടിയും പറയാൻ പറ്റും. ഓൾറെഡി ഞാൻ നമ്മുടെ വെളിയിൽ ഇറങ്ങിയിട്ട് അത്യാവശ്യം നല്ല റഷ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് സംസാരിച്ച ഒരു മൈക്ക് ക്വാളിറ്റി നമ്മുടെ T310 ഞാൻ വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പോയി കാണൂ. അതേപോലെ തന്നെ നമ്മുടെ T300ലേക്ക് പോകണമെങ്കിൽ അതും ഉണ്ട്. പിന്നെ ഈ പോയി ഞാൻ അത് മൈക്ക് ക്വാളിറ്റി കാണാൻ പറയുമ്പോഴേ അവിടെ ടൈം സ്റ്റാമ്പ് ഉണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് അവിടെ പോയെന്ന് ആ മൈക്ക് ക്വാളിറ്റിയുടെ ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആ മൈക്ക് ക്വാളിറ്റി തന്നെയാണ് കേൾക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾ ആ വീഡിയോ ഫുള്ള് കാണുമെന്നല്ല ഞാൻ പറയുന്നത്. ഇവിടെ എന്നാൽ അത് രണ്ടും ഒരുമിച്ച് അങ്ങോട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ ഞാൻ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കണം. കാരണം ബാക്കപ്പ് ആയിട്ട് ഒരു ഫയൽസ് ഞാൻ വെച്ചിട്ടില്ല, ഈ പ്രത്യേകിച്ച് ഈ മൈക്ക് ക്വാളിറ്റി കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്തത്. ഇനി അതെല്ലാം വരും കമ്പാരിസൺ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ഉറപ്പായിട്ടും അത് വീഡിയോയുടെ കമന്റ് ആയിട്ടുള്ളൂ ഞാൻ അങ്ങോട്ട് ചെയ്യുന്നതാണ്. ഇനി മ്യൂസിക് ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് രണ്ടിലും SBC AAC കോഡൊക്കെ ഉണ്ട്. AAC കോഡൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ 100% പാട്ട് പോലും യാതൊരു ഡിസ്ട്രാക്ഷൻസും ഉണ്ടാവാൻ ചാൻസ് ഇല്ല 99.9% പാട്ടുകളിൽ. കൂടാതെ ഇതിനകത്ത് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടാണ് T300. എന്നാൽ T310 എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ പലരും പറയുന്നുണ്ട്, അതായത് T310 മേടിച്ചത് പറയുന്നുണ്ട് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ആയിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ തന്നെ, അതായത് സ്മാർട്ട് ഫോണുകളിലൊക്കെ തന്നെ ഈ ഒരു T310ലും ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ആണെന്നുള്ളത്. കൂടാതെ 360 ഡിഗ്രി സ്പേഷ്യൽ ഓഡിയോ എഫക്റ്റ് രണ്ടെണ്ണത്തിലുണ്ട്. പൊതുവെ എന്നോട് പേഴ്സണൽ നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല ഈ 360 ഡിഗ്രി സ്പേഷ്യൽ ഓഡിയോ. പ്രത്യേകിച്ച് ഇതിൽ നിന്നും ആ ഒരു ബജറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സംഭവം കിട്ടത്തുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് കണ്ട് മേടിക്കേണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ ആ ഒരു അത് മതി, ഇതിൽ കിട്ടുന്ന ആ ഒരു 360 ഡിഗ്രി മതി എന്നുണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ മറ്റുള്ള എല്ലാ ഇയർബഡ്സിലും നമുക്ക് ഉള്ളതുപോലെ തന്നെ റിയൽമി ലിങ്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. കൂടാതെ അവിടെ പോയിട്ട് നമുക്ക് EQ ചേഞ്ച് ചെയ്യാം, കസ്റ്റം ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഈ T310ലും T300ലും ചെയ്യാം. എന്നാൽ ഇവിടെ നമ്മുടെ T310ൽ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്, അതായത് iOS-ൽ സപ്പോർട്ടാണ് നമ്മുടെ T310. പൊതുവെ T300 മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ iOS-ൽ പോയി നോക്കുവാണെങ്കിൽ T300 കാണിക്കത്തില്ല. അതായത് നമുക്ക് അവിടെ പോയിട്ട് മാനുവലി ഗെയിം മോഡ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റില്ല. കൂടാതെ EQ മോഡ്സ് നമുക്ക് ചേഞ്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരെന്താണോ ഡീഫോൾട്ട് ആയിട്ട് കൊണ്ടുവന്നേക്കുന്നത് അത് മാത്രമേ പറ്റുള്ളൂ. ഇനി അതെല്ലാം നമ്മൾ മാറ്റണമെങ്കിൽ വേറൊരു ആൻഡ്രോയിഡ് മൊബൈലിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് അവിടെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം. എന്നാൽ ഇത് ഇനി ഒന്നും ആ ഒരു പാടൊന്നും വേണ്ട. കാരണം നമ്മുടെ T310 iOS-ൽ സപ്പോർട്ടാണ് നമ്മുടെ റിയൽമി ലിങ്ക് ആപ്പിൽ. സോ ജസ്റ്റ് ആപ്പ് അങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്യുക, നിങ്ങളുടെ കാര്യം അങ്ങോട്ട് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. സോ T300നെക്കാളും ഉറപ്പായിട്ടും ബെറ്റർ എന്ന് പറഞ്ഞാൽ T310 ആണ്. അങ്ങനെ ഐഫോൺ യൂസർ ആണെങ്കിൽ ബ്ലൂടൂത്ത് വേർഷൻ 5.3 ആണ് 300-ൽ. എന്നാൽ 5.4 കുറച്ചുകൂടെ അപ്ഗ്രേഡ് വേർഷൻ, ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആണ് നമ്മുടെ T310-ൽ കാണാൻ സാധിക്കുന്നത്. ലോ ലേറ്റൻസി ആണെങ്കിലും 50 ms T300ലേക്ക് വരുമ്പോഴത്തേക്ക് T310-ൽ നമുക്ക് 45 ms ലോ ലേറ്റൻസി മോഡാണ്. സോ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് 45 ms വെച്ച് കളിക്കാൻ പറ്റും. പിന്നെ നോർമൽ പ്ലെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ 50 ആണെങ്കിലും 45 ആണെങ്കിലും എല്ലാം ഒരുപോലെയൊക്കെ തന്നെ ആയിരിക്കും. കൂടാതെ ഗെയിം കളിക്കുന്ന സമയത്ത് നമ്മൾ SBC കോഡക്കിൽ വന്നതിന് ശേഷം ഗെയിം കളിക്കുക. സോ മാക്സിമം ഔട്ട്പുട്ട് അവിടെ നമുക്ക് കാണാനൊക്കെ സാധിക്കുന്നതാണ്. പിന്നെ ഡ്യുവൽ പെയറിംഗ് മോഡ് നമുക്ക് T310-ൽ അവൈലബിൾ ആണ്. പൊതുവെ കുറേ പേര് കംപ്ലൈൻറ്റ് വന്നൊരു കാര്യമാണ് നമ്മുടെ T300-ൽ ഡ്യുവൽ പെയറിംഗ് മോഡില്ല, ഇന്നിയർ ഡിറ്റക്ഷൻ ഇല്ല എന്നുള്ളത്. എന്തായാലും ഡ്യുവൽ പെയറിംഗ് മോഡ് വന്നിട്ടുണ്ട്, പക്ഷേ ഇന്നിയർ ഡിറ്റക്ഷൻ ഇതിനകത്ത് വന്നിട്ടില്ല. ഈ ഇന്നിയർ ഡിറ്റക്ഷൻ എന്തുകൊണ്ടാണ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിർവാണ അയോൺ എയിൻസിലൊക്കെ തന്നെ ഈ സാധനമുണ്ട്. പ്രത്യേകിച്ച് സുപ്രീമിൽ പോലും 1500 രൂപയ്ക്ക് കിട്ടുന്ന സാധനത്തിൽ ഓഫർ സമയത്ത് 1300 കിട്ടും. അതിൽ പോലും ഇന്നിയർ ഡിറ്റക്ഷൻ ഉണ്ട്. എന്നാൽ ഈ റിയൽമി ഇതുവരെ ഇവരുടെ ഇത്രയും ഭാഗത്ത്, അതായത് 2500 റേഞ്ചിലുള്ള ഇതുവരെ ഒന്നിലും കൊണ്ടുവന്നിട്ടില്ല. എയർ സീരീസിൽ മാത്രമാണുള്ളത്. എയർ 5-ലും എയർ 6-ലും അതിലൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ T സീരീസിൽ ഒന്നും തന്നെ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോഴും നമ്മൾ ആ ഒരു കാര്യത്തിൽ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അടുത്തൊരു സീരീസ് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അന്ന് ഇത് 2500-ന് അകത്ത് കിട്ടണം, എന്നിട്ടേ ഉപയോഗമുള്ളൂ, അല്ലെങ്കിൽ ഒരു ഉപയോഗവും നമുക്ക് ഇല്ലതാനും. പിന്നെ IP55-ന്റെ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ആണ് ഈ രണ്ട് പ്രോഡക്റ്റുകളിലും കാണാൻ സാധിക്കുന്നത്. കൂടാതെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ, അത് എടുത്ത് പറയാൻ പറ്റുമോ, ആദ്യമേ പറയേണ്ടതാണ്. 30 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ 300-ൽ കിട്ടുമ്പോഴത്തേക്ക് 46 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ആണ് നമ്മുടെ T310-ൽ ലഭ്യമാകുക. ഉറപ്പായിട്ടും ഫാർ ബെറ്റർ ആണ് നമ്മുടെ T310-ലുള്ള ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം ക്രൗഡ് ആയിട്ടുള്ള പ്ലേസിൽ പോയിട്ട് നമ്മൾ ഓൺ ആക്കുമ്പോഴത്തേക്കും കുറച്ചൊക്കെ ഓൾമോസ്റ്റ് നമുക്ക് കുറച്ചൊക്കെ കട്ട് ഓഫ് ചെയ്യും നമ്മുടെ T300-നെക്കാളും. ഈ 30 dB എന്ന് വെച്ചാൽ ഒരു ഉപയോഗമില്ലാത്ത സാധനമാണ്. ഈവൻ നമ്മുടെ ബോട്ടിലൊക്കെ 32 dB ഉണ്ട്. അത് വെച്ചാൽ പോലും ബോട്ടിലും ഒക്കെ അത് വെച്ചാൽ പോലും നമുക്ക് ഒരു ഉപയോഗമില്ലാത്ത അവസ്ഥ വരുമ്പോഴത്തേക്ക് 30 ഒന്ന് ആലോചിച്ച് വയ്ക്കുക, ഒന്നുമില്ലായിരുന്നു. എന്നാൽ 46-ലേക്ക് വന്നപ്പോഴത്തേക്ക് കുറച്ച് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് ആ ഒരു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഇവിടെ വർക്കൗട്ട് ആവുന്നുണ്ട്. കൂടാതെ റിയൽമി ലിങ്ക് ആപ്പിൽ നമുക്ക് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ലെവൽ പോലും നമുക്ക് 3 രീതിയിൽ മാറ്റാനൊക്കെ പറ്റുന്നതാണ്. സോ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചതിന് ശേഷം നോക്കുക.
1 വർഷം നമുക്ക് വാറണ്ടി ഒക്കെ കാണാം. വാറണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് സർവീസ് സെന്ററിൽ പോയിട്ട് നമ്മൾ കുത്തിയിരിക്കുക എന്നുള്ളൊരു സംഭവം മാത്രമാണ്, ചെറിയൊരു ചടങ്ങ്. കാരണം റിയൽമിയുടെ ഒക്കെ തന്നെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം F1 F1 എന്ന് പറയുമ്പോഴത്തേക്ക് ഇല്ല കസ്റ്റമേഴ്സിന് ഒരു വിലയില്ലാത്ത രീതിക്കാണ്. ആപ്പിളിൽ പക്ഷേ കുഴപ്പമില്ല, താഴെ ആരും കാണത്തില്ല. എന്നാൽ അവിടെ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഏരിയ ആണ്. ഈ സെയിം സാധനം നമ്മൾ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പം നത്തിങ് മുതൽ ഇനി ഏത് ഫോണാണെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ റിയൽമി എന്തോ ആയിക്കോട്ടെ നിങ്ങളെ ഒരു വിലയില്ലാത്ത രീതിക്കാണ് ട്രീറ്റ് ചെയ്യുന്നത്. AC ഉണ്ടാകത്തില്ല, ചുമ്മാ ഫാൻ ഇട്ട് ചൂട് അടച്ച് ഇങ്ങനെ നീക്കണം. അമ്പലം കണക്ക് നമ്മൾ വെളിയിൽ ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് കയറേണ്ടത്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും റിയൽമിയുടെ സർവീസിന്റെ ആ ഒരു ഇവിടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റേണ്ടിയിരിക്കുന്നു. എന്നാൽ പോലും സർവീസ് കുഴപ്പമില്ല. ഒരു ആഴ്ചക്കകത്ത് പുതിയ സാധനം വരും. ഇനി ഇൻ കേസ് ചെയ്ത് തരാൻ പറ്റുമെങ്കിൽ അവർ റീപ്ലേസ് ചെയ്ത് അപ്പം തന്നെ തരുകയും ചെയ്യും. സോ അതൊന്നും കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഒരാഴ്ചയ്ക്ക് ശേഷമാണെങ്കിൽ നമ്മൾ വീണ്ടും അവിടെ പോയി എടുക്കണം. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ വീണ്ടും ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും സർവീസ് അങ്ങനെ ഭയങ്കര വലിയ രീതിക്ക് മോശം പറയാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് F1 മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു T300 T310 കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിനകത്ത് എന്തൊക്കെയാണ് നമുക്കുള്ള മെയിൻ പോയിന്റ്സ്? ആദ്യത്തേത് ആ ഒരു ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഉറപ്പായിട്ടും രണ്ടിൽ ഏത് വേണമെങ്കിലും കണ്ണും പൂട്ടി മേടിക്കാം. ഇനി രണ്ടാമത് മ്യൂസിക് ക്വാളിറ്റിയുടെ കാര്യവും ഞാൻ പറയുന്നത് ഇപ്പോൾ ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആണ് രണ്ടിലും ഉള്ളത്. എന്നാൽ ഇവിടെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എന്ന് പറയുന്ന സംഭവം നമുക്ക് 46 dB T310 വരുന്നത് കൊണ്ട് തന്നെ പുറത്തൊക്കെ പോയിട്ട് നമ്മൾ ANC ഓൺ ആക്കിയിട്ട് പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട് T300നെക്കാളും. സോ മ്യൂസിക് ക്വാളിറ്റി ഇമ്പോർട്ടൻസ്, പ്രത്യേകിച്ച് നിങ്ങൾ എപ്പോഴും പുറത്തൊക്കെ പോയിട്ട് പാട്ട് കേൾക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും T310ലേക്ക് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. കൂടാതെ മൈക്ക് ക്വാളിറ്റി ആണെങ്കിലും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് T310 ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു AS സീരീസിൽ വരുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു T310 ഉള്ളത്. എന്നാൽ നിങ്ങൾക്ക് മൈക്ക് ക്വാളിറ്റി ഭയങ്കര വലിയ പ്രശ്നമില്ല, എന്നാൽ ഓക്കെ ആ ഒരു മതിയെങ്കിൽ T300 വെച്ചോളൂ. പക്ഷേ കോളിംഗ് ആണ് പ്രയോറിറ്റി എങ്കിൽ T310 ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. കൂടാതെ ലോ ലേറ്റൻസി മോഡാണെങ്കിൽ പോലും നമുക്ക് വെച്ച് ഈ ഒരു വാല്യൂ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും 45 ms തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. പിന്നെ ആ ഒരു ഡ്യുവൽ പെയറിംഗ് ആണെങ്കിൽ പോലും നമ്മുടെ T310 സോ അങ്ങനെയൊക്കെ എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്ക് 2199 നോർമൽ റേറ്റിലുള്ള T300 മേടിക്കുന്നതിനേക്കാളും 2499 ആ ഒരു T300 മേടിക്കുന്നതിനാണ് 100% വർത്ത്. പ്രത്യേകിച്ച് 1999 നമ്മുടെ T310 വന്നു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി വാങ്ങിച്ചോളൂ. എന്നാൽ ഇപ്പോൾ 2500 രൂപയാണ് T310, പക്ഷേ 1999 നമ്മുടെ റിയൽമി T300 നിൽക്കുന്നു. അപ്പോൾ ഉറപ്പായിട്ടും പൈസയുടെ കാര്യം വെച്ച് നോക്കുമ്പോൾ ഉറപ്പായിട്ടും 2000 രൂപയ്ക്ക് T300 തന്നെ ബെറ്റർ. പിന്നെ നിങ്ങൾക്ക് അത്രയും പൈസ മുടക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അത്യാവശ്യം ANC-യും മൈക്ക് ക്വാളിറ്റിയും ലോ ലേറ്റൻസിയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും T300 നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. സോ ബെറ്റർ ആണ് രണ്ടും. പിന്നെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ആ ഒരു സ്പെക് വൈസ് ഒക്കെ കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ T310 തന്നെയാണ്. ഒരു അക്ഷരാർത്ഥത്തിൽ അപ്ഗ്രേഡ് തന്നെയാണ് നമ്മുടെ T300. സോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് വീണ്ടും സംശയം ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ ആ ഒരു സംശയം ഉറപ്പായിട്ട് അത് വീഡിയോയുടെ കമന്റ് ആയിട്ട് ഇടുക. അതിന് ഞാൻ അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യാം. കൂടാതെ അടുത്തിന് ഞാൻ പറഞ്ഞു CMF ബഡ്സ് Clarity 3 ഒക്കെ വെച്ച് മറ്റൊരു വീഡിയോ നിങ്ങൾ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും കൂടാതെ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.